കല്ലുവാതുക്കൽ UP സ്കൂളിലെ അധ്യാപകരും JRC വോളണ്ടിയേഴ്സും കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം സന്ദർശിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എം എല്ലാവരെയും സമുദ്രതീരത്തേക്ക് സ്വാഗതം ചെയ്ത് സംസാരിച്ചു. ഇന്നലെ നമ്മളെ മലയാളികൾ ഉൾപ്പെടെ ഏറെ വിഷമത്തോടുകൂടി കാത്തിരുന്ന മണിക്കൂറുകളുണ്ടായിരുന്നു. എത്രയോ മണിക്കൂറുകൾ ഇങ്ങനെ TVയും കാത്ത് അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി ഇരുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ വൈകുന്നേരവും സന്ധ്യയോടുകൂടി. വെറും 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അത് മറ്റ് കുട്ടികൾക്ക് കൊടുക്കുവാൻ വേണ്ടി ആ കുടുംബം കാണിച്ച ഏറ്റവും വലിയ മനസാക്ഷി, അത് 4 പേർക്ക് പകുത്തു നൽകുവാൻ കഴിഞ്ഞുവെന്ന് പറയുന്നത് തന്നെ ഏറെ വിഷമവും സന്തോഷവുമുണ്ട്. ആ 10 മാസം ഉള്ള കുട്ടി ആ കുടുംബത്തിന് ഏറെ ദുഃഖങ്ങൾ സമ്മാനിച്ചാണ് പോയതെങ്കിലും മറ്റ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ അവയവങ്ങൾ മറ്റ് കുട്ടിയിലൂടെ തന്നെ കാണുവാനും അതിൻ്റെ ജീവൻ്റെ തുടിപ്പ് നിലനിർത്തുവാനും കഴിയുവാൻ അതിന് ശ്രമിച്ച ആ രക്ഷകർത്താക്കൾക്ക് ഈ അവസരത്തിൽ ഞങ്ങൾ ഏറ്റവും ആദരവോടെ ആ കുടുംബത്തെ ഞങ്ങൾ ചേർത്ത് നിർത്തുകയാണ്. അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം കൂടി നിങ്ങളെ കുട്ടികളെ ഇടയിലേക്കുണ്ട്. നമ്മൾ മനുഷ്യർക്ക് സമ്പത്തില്ലാതെ തന്നെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യാം എന്നൊരു അറിവ് കൂടി അതിൽ നിന്നും പകർന്നു നൽകുകയാണ്. എല്ലാവരും നമ്മൾ ഭൂമിയിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് അവയവ ദാനം എന്ന് പറയുന്നത്. ഒരു കണ്ണിൻ്റെ കൊർണിയ കൊടുത്താൽ പോലും മറ്റൊരാളിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം. അതൊരു ആക്സിഡൻ്റായി ആ കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഈ അടുത്ത സമയത്താഴി ഏറെ വേദനയും ദുഃഖവും ഉണ്ടാക്കിയ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. എൻ്റെ സുഹൃത്തിൻ്റെ ഏക മകൻ, ആ മകന് 18 വയസ്സേ ഉള്ളായിരുന്നു. തൊട്ടടുത്ത ദിവസം ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ആ കുടുംബത്തിൻ്റെ ഏക ആൺതരിയായിരുന്നു, ഏക പ്രതീക്ഷയും. ആ അച്ഛനും അമ്മയും 18 വർഷം വരെ ആ മകനെ വളർത്തി വലുതാക്കണമെങ്കിൽ എന്തെല്ലാം കഠിന അധ്വാനങ്ങളും പ്രയാസങ്ങളും നേരിട്ടുണ്ടാവണം. ആ കുടുംബത്തിലെ ഏക ആൺതരി പോകുമ്പോൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അവരുടെ ബന്ധുക്കൾക്കും അതിനുപരി അദ്ദേഹത്തിൻ്റെ ആ പയ്യൻ്റെ കൂട്ടുകാർക്കും ആ നാട്ടിന് പോലും ആ വിഷമം താങ്ങുവാൻ കഴിയുകയില്ല. ആ മരണവീട്ടിൽ ഞാനും പോയിരുന്നു. എങ്കിലും ആ ആൾക്കൂട്ടത്തിനിടെ ഒരു നോക്ക് കാണുവാൻ മാത്രമേ എനിക്കന്ന് കഴിഞ്ഞിരുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് ഞാനിഞ്ഞ് പോരുന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 10 മണി സമയത്ത് ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ അച്ഛൻ മുറ്റത്ത് കസേരയിട്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ 2 പേരും ചേർന്നിരിക്കുന്നു. ഞാൻ ചെന്ന് ഒരു കസേര എടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സമയം ചെലവഴിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ സൈഡിലായി ഒരു വാഹനം കൊണ്ടു നിർത്തി. ആ വാഹനത്തിൽ നിന്ന് 2 പേരിറങ്ങി തൊട്ടടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് ചോദിച്ചു, ഈ വീട്ടിൻ്റെ മരിച്ച പയ്യൻ്റെ അച്ഛനാരാണ്?
അപ്പോൾ തൊട്ടടിക്കുന്ന ആൾ പറഞ്ഞു ഇതാണെന്ന് പറഞ്ഞു. അവിടുത്തെ രണ്ടുപേരത്തും ഇരിക്കാൻ വേണ്ടി ആ അച്ഛൻ തന്നെ ആംഗ്യം കാണിച്ചു. കസേര നീക്കിയിട്ടിരുന്നു. അപ്പോൾ ഞാനും ഈ വന്ന ആൾക്കാരെ ശ്രദ്ധിക്കുകയായിരുന്നു. അവർ കാര്യങ്ങളെല്ലാം, മരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഇത്തിരി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു അനാഥാലയത്തിൽ നിന്ന് വരുവാണ്, ഞങ്ങൾ രണ്ടുപേര്. നിങ്ങളുടെ മകൻ്റെ ചടങ്ങ് നടത്തുന്നെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം അല്ലെങ്കിൽ ഒരു സംഭാവന ചോദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നതെന്ന് ഈ രണ്ടുപേരിൽ ഒരാൾ പറഞ്ഞു. ഏറെ വിഷമത്തോടും പ്രയാസത്തോടും ഇരിക്കുന്ന ആ കുടുംബം 2 ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഈ 2 ദിവസത്തിനിടയിലാണ് ഇങ്ങനെ 2 പേർ കയറി വരുന്നത്. അദ്ദേഹത്തിന് ഇത് കേട്ടതല്ലാതെ മറ്റ് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എങ്കിലും തൊട്ടടുത്തിരുന്ന ആളിൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പേഴ്സ് അകത്തിരിപ്പുണ്ട്, ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ പയ്യൻ പോയി പേഴ്സ് വീടിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നു. അതിനകത്തുനിന്ന് കുറച്ച് പൈസ എടുത്ത് ഈ വന്ന 2 പേരുടെ കൈകളിലേക്ക് കൊടുത്തു. ഇത് മേടിച്ചുകൊണ്ട് ആ 2 പേർ ആ വാഹനത്തിൽ കയറിപ്പോയി. ഇത്തരം കാര്യങ്ങൾ ഏറെ പ്രയാസമാണ്. കാണുന്നവർക്ക് മാത്രമല്ല, ആ കുടുംബത്തിലുണ്ടാവുന്ന ദുഃഖത്തിൽ പങ്കുചേരുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം സംഭാവനകൾ ഒരു കാരണവശാലും ഈ കേൾക്കുന്ന ഒരു വ്യക്തി വന്ന് ചോദിച്ചാൽ പോലും കൊടുക്കാൻ പാടില്ല. നിങ്ങൾ കൊടുത്താൽ വീണ്ടും മറ്റുള്ള വീടുകളിൽ പോയി ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഇവർ ആവർത്തിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത്, എനിക്കന്ന് പറയുവാൻ കഴിയാത്ത കാര്യമാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ പറയുന്നത്. ഏറെ ദുഃഖത്തോടു കൂടിയാണ്. നിങ്ങൾക്ക് ഏത് അനാഥാലയത്തിലും സംഭാവനകൾ കൊടുക്കാം. അത് അവിടെ പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അവരെ കൈകളിലേക്ക് കൊടുക്കണം. അല്ലാതെ വീട്ടിൽ വന്ന് വസ്ത്രങ്ങൾ വാങ്ങുന്നവർക്കും വസ്ത്രങ്ങൾ കൊടുക്കുവാനും അത് ആരുടെ കയ്യിലേക്ക് എത്തുന്നതെന്ന് പോലും നമ്മൾ അറിയാറില്ല, തിരക്കാറില്ല. പല സ്ഥലങ്ങളിലും വാഹനത്തിൽ ഒരു കുട്ടിയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് പിരിവുകൾ നടത്തുന്ന നമുക്ക് കാഴ്ച കാണാം. ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. സമൂഹത്തിന് ഇത് ഒരു മാറ്റം വരണമെങ്കിൽ, ഇത്തരം ആളുകളിൽ നിന്ന് മോചനം വേണമെങ്കിൽ ഇത് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാൻ കുട്ടികൾ വന്നതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. കുട്ടികൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അവരുടെ പാട്ടുകളും സന്തോഷങ്ങളും പങ്കിടുന്നതിന് വേണ്ടിയാണ്. ഏറെ സന്തോഷമാണ് ഇവിടുത്തെ അച്ഛന്മാർക്ക്, അമ്മമാർക്ക് ഇത്തരം കുട്ടികളെ കാണുവാനും സ്നേഹിക്കുവാനും. അതിനുവേണ്ടി സമുദ്രതീരം പുതിയ ഒരു മന്ദിരം പണിയുന്നതോടൊപ്പം തന്നെ കുട്ടികളെ പാർപ്പിക്കാൻ വേണ്ടി വേറൊരു മന്ദിരം കൂടി അതിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. അനാഥരായി നിൽക്കുന്ന സമൂഹത്തിലെ കുട്ടികളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി പുതിയൊരു മന്ദിരത്തിൻ്റെ പണി ഏതാണ്ട് ഏപ്രിൽ മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യാമെന്ന പ്രതീക്ഷയിലൂടെയാണ് ഞങ്ങളതിൻ്റെയും പണിപ്പുരകൾ നടക്കുന്നത്. നിങ്ങളെല്ലാവരും പള്ളിയിലും അമ്പലത്തിലും ദേവാലയങ്ങളിലെല്ലാം പോകുന്നതാണ്. അവിടെയെല്ലാം ചെല്ലുമ്പോൾ കാണാം, ദൂരെയുള്ള അമ്പലങ്ങളിൽ, നമ്മൾ തൊട്ടടുത്ത അമ്പലങ്ങളിൽ അത്തരം കാഴ്ചകൾ കാണാറില്ല. ദൂരെയുള്ള വലിയ അമ്പലങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. നല്ല കുളിച്ച് വൃത്തിയായി ചില അച്ഛന്മാരും അമ്മമാരും ആ അമ്പലത്തിൻ്റെ ചുറ്റും ഇരിപ്പുണ്ട്. അത് ആരോ എവിടെ നിന്നൊക്കെയോ വന്ന് ആ അമ്പലങ്ങളിലും പള്ളികളിലും എത്തിപ്പെട്ടവരാണ്. എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ആ അമ്പലത്തിലും പള്ളിയിലും പോയി പ്രാർത്ഥിച്ചിട്ട് തിരികെ എത്തുകയാണ്.
അങ്ങനൊരു അവസരം കിട്ടാത്തവരാണ് ഈ ഉള്ളിൽ സമതുലിതത്തിനും കൂട്ടുകുടുംബത്തിൻ്റെ ഉള്ളിൽ താമസിക്കുന്നതെന്ന് നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. എവിടുന്നോ വന്ന് ഒരു കുടുംബത്തിൽ ചേക്കേറിയ കുറേ അച്ഛന്മാരും അമ്മമാരും അതുപോലെയാണ് നിങ്ങളും ഏതെല്ലോ വീടുകളിൽ നിന്ന് ദൂരെ നിന്ന് വന്ന് ഒരു സ്കൂളിൽ ചേക്കേറി ഇന്നിവിടെ സമതുലിതം കൂട്ടുകുടുംബത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾക്ക് ഏറെ സ്നേഹമാണ്, സന്തോഷമാണ്. JRC കൺവീനർ ദീപ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ദിവസം, ഇന്നത്തെ ദിവസം നമ്മുടെ റുവൽ സിംഗ് സാർ പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അല്ലേ, സ്നേഹത്തിൻ്റെ മഹത്വം അറിയിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം. അപ്പോൾ ആ ദിവസം തന്നെ നമുക്ക് ഈ സ്നേഹതീരത്തെത്താൻ കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർത്ഥ്യത്തോടുകൂടി എനിക്ക് ഓർക്കുമ്പോൾ സന്തോഷം. ഇന്നലെ ഞാനിങ്ങനെ ആലോചിച്ചു, ഫെബ്രുവരി 14 തന്നെ നമ്മൾ അവിടെ എത്തിയല്ലോ, വളരെ സന്തോഷമായി തോന്നി. അപ്പോൾ നമ്മൾ അങ്ങനെ ഓർത്തല്ല ഈ ഡേറ്റ് എടുത്തത്. നമുക്ക് സൗകര്യമുള്ള ഡേറ്റ് സെക്കൻഡ് സാറ്റർഡേ ആണല്ലോ, എല്ലാവർക്കും സൗകര്യമാണല്ലോ എന്ന് ആലോചിച്ച് എടുത്തതാണ്. അപ്പോൾ നമ്മുടെ PTA സ്കൂളിൻ്റെ PTA ഇപ്പം റുവൽ സിംഗ് അണ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ PTA നമ്മുടെ സ്കൂളിൻ്റെ വളർച്ചയുടെ പിന്നിൽ ഓരോ ദിവസവും വളരുന്നതിൻ്റെ പിന്നിൽ, അല്ലെങ്കിൽ ഓരോ ദിനവും ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോകുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ സ്കൂളിൽ വരുന്ന PTAക്ക് വളരെ ശക്തമായ പങ്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ഈ ക്യാമ്പ് നടത്തി. പകുതി സമയം നമ്മുടെ സ്കൂളിലും ബാക്കി സമയം ഇവിടെ ആയിരുന്നു. എന്നാൽ ഈ വർഷം PTA മീറ്റിംഗ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ ശ്രീമതി നമ്മുടെ PTA പ്രസിഡന്റ് എന്നോട് ചോദിച്ചു, ടീച്ചർ ഈ വർഷം ക്യാമ്പില്ലേ എന്ന് ഞാൻ പറഞ്ഞു, ഉണ്ട് ദീപേ, നമുക്കപ്പോൾ ഇവിടെ അങ്ങനെ നടത്തണം എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടത്തിയിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ സമയം കിട്ടിയില്ലല്ലോ, അപ്പോൾ നമുക്ക് ഫുൾ ഡേ അവിടെ അങ്ങ് ചെയ്താലോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് എന്തുവായാലും ആ ഒരു വേഗം തന്നെ വളരെ വേഗതയിൽ ഇവിടേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. ഞാൻ തന്നെ ആലോചിച്ചു ഇത്രയും പെട്ടെന്ന് എങ്ങനെ എത്താൻ കഴിഞ്ഞു. അപ്പോൾ അതിന് എനിക്ക് എൻ്റെ മുന്നിൽ പല തടസ്സങ്ങളും എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിലും ഈ നിമിഷം ഇവിടെ എത്തിപ്പെടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പോൾ വളരെയധികം എല്ലാ തരത്തിലും എങ്ങനെയായാലും ഇവിടെ ഈ നിമിഷം എത്താൻ പറ്റി എന്നുള്ളത് വളരെ അത് ആരുടെയോ ഒരു ഭാഗ്യമോ സന്തോഷമോ എന്താണെന്നറിയില്ല. എന്തായാലും അതിനെല്ലാ ഗുണങ്ങളും അതിനെൻ്റെ സ്കൂള് HM മുതൽ നമ്മുടെ എല്ലാവരും കുഞ്ഞുങ്ങളുടെ പേരൻസും എല്ലാവരും അതിനു വേണ്ടി എല്ലാവരുടെയും സപ്പോർട്ട് വളരെ ഒരു വലിയ എത്ര പറഞ്ഞാലും മതി വരാത്തൊരു കാര്യം തന്നെയാണ്. അതിൽ PTAയിൽ ഓരോ അംഗങ്ങളുടെയും ഓരോ കുഞ്ഞുങ്ങളുടെയും ഓരോ പേരൻസിൻ്റെയും കൃത്യമായി ഇത്രയും കുഞ്ഞുങ്ങളെ രാവിലെ തന്നെ എത്ര തിരക്കിനിടയിലും കൊണ്ടെത്തിക്കുന്നതിനും ഇലയുടെ കാര്യം പറഞ്ഞപ്പോൾ അതിനായാലും ഒന്നിനും ഒരു വൈമനസ്യം ഇല്ലാതെ കൊണ്ടെത്തിച്ച് എല്ലാവർക്കും ഞാൻ ഈ വേദിയിൽ അതിനുള്ള അകമഴിഞ്ഞ നന്ദി ആദ്യമേ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ റുവൽ സിംഗ് അണ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഈ നമ്മുടെ ക്ലാസ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുക്കാൻ കഴിയും, അവരുടെ എന്തൊക്കെ നമുക്ക് കിട്ടാൻ കഴിയും, അതാണ് നമ്മളുടെ ആഗ്രഹം. നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് കൊടുക്കണം, തിരിച്ച് അവരിൽ നിന്നും നമുക്ക് ആ കൊടുക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി അവരിൽ നിന്ന് കിട്ടണം. അതാണ് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരിക്കലും നമ്മളെ വിശ്വസിച്ച് നമ്മളെ മുന്നിൽ എത്തിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും ഒരു തരത്തിലും ഉണ്ടാകരുത്. അവരെത്രത്തോളം നമ്മളുടെ സ്കൂളിൽ നിന്ന് എത്രത്തോളം വികസിച്ച് എത്രത്തോളം ഉയർന്നവർക്ക് പോകാൻ കഴിയും, അതെല്ലാ തരത്തിലും ഒരു നല്ല മനുഷ്യനായി ആദ്യം അതാണ് വേണ്ടത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ സമുദ്രതീരം പോലുള്ള ഇങ്ങനെയുള്ള നമ്മുടെ അച്ഛനമ്മമാരുള്ള കേന്ദ്രങ്ങൾ കൂടട്ടെ എന്നല്ല പറയുന്നത്. എന്നാലും ഈ പറഞ്ഞതുപോലെ ഞാനും ആലോചിക്കുകയായിരുന്നു, അമ്പലങ്ങളിലും ഒക്കെ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പോകും. പക്ഷേ ഇപ്പോൾ നമ്മുടെ ട്രസ്റ്റ് ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെവിടെയും ഒരുപാട് ആളുകൾ അവിടെയൊക്കെ വഴിവക്കലും വഴിയോരത്ത് നമ്മളെ നോക്കി കൈ കാണിക്കുന്നവരും കൈ കാണിക്കാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ആരെയും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മളവിടെ വിഗ്രഹം ഏതാണ്, അവിടെ എന്താണ്, ആരെയാണ് നമ്മൾ ഏത് ദൈവത്തിനെയാണ് കാണാൻ വന്നത്, അല്ലെങ്കിൽ നമ്മളവിടെ എന്താണ് നമ്മൾ കാണാൻ വന്നത്, അത് കണ്ടുകൊണ്ട് നമ്മൾ മറ്റൊന്നും ശ്രദ്ധിക്കാതെ തിരക്ക് പിടിച്ചോടുകയാണ്. പക്ഷേ ആ തിരക്കിനിടയിലും ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ വശങ്ങളിലേക്ക് നോക്കാനും ആ വശങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, 7ാം ക്ലാസ്സിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ എങ്ങനെയാണ് നമ്മുടെ കൂടെ ചേർക്കേണ്ടത് എന്ന് കണ്ടെത്താനും അതിനുവേണ്ടിയുള്ള മനസ്സ് കാണിക്കാനും അപൂർവം ചിലരെങ്കിലും നമ്മളെല്ലാവരും ആലോചിക്കണം. നമുക്കെല്ലാവർക്കും പലതുമുണ്ട്, സമ്പത്തുണ്ട്, മനസ്സുണ്ട്, പല സൗകര്യങ്ങളും പലതും ഉണ്ട്. പക്ഷേ എത്ര ഉണ്ട് ഇല്ല എന്നുള്ളതിലല്ല കാര്യം, ചേർത്ത് പിടിക്കാൻ അല്ലെങ്കിൽ ഇതുപോലെ ഓരോ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കാൻ. അപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ എന്ത് കാര്യം തുടങ്ങുമ്പോഴും എല്ലാവരും പറയും എന്തെങ്കിലും കാര്യം കാണും, എന്തെങ്കിലും ഗുണമില്ലാതായാലും എന്തെങ്കിലും ചെയ്യുമോ, ഇങ്ങനെ വിമർശിക്കപ്പെടാനും നമ്മളെപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. അത് ആരെന്ത് ചെയ്താലും, എന്ത് നല്ല കാര്യം ചെയ്താലും, എന്തായാലും. പക്ഷേ ഈ കുറ്റം പറയാനും വിമർശിക്കാനും ചെയ്യുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്കിവിടെ എത്തിച്ചേരാൻ കുഞ്ഞുങ്ങളെ കഴിഞ്ഞത് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ
ഇദ്ദേഹം ഈ ട്രസ്റ്റ് ചെയർമാൻ ഇതുപോലുള്ള ഒരാശയം അദ്ദേഹത്തിന് തോന്നുകയും ഇപ്പം നമുക്ക് ഇവിടെ വരാൻ തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ തോന്നി, അല്ലെങ്കിൽ ഒത്തിരി കടമ്പകൾ അതിന് കടക്കേണ്ടി വന്നെങ്കിൽ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് എന്ത് നേട്ടം ഉണ്ടായിക്കോട്ടെ, എന്ത് കോട്ടം ഉണ്ടായിക്കോട്ടെ, എന്നാലും അതിനെടുക്കുന്ന എഫേർട്ടെന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ നിങ്ങൾ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നമ്മൾ തന്നെ രാവിലെ ഇന്ന് ഇവിടെ വണ്ടിയിലാണ് വരായിരുന്നത്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ വണ്ടി വരായിരുന്നപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്താണ് തീരുമാനം മാറ്റിയത്. വേണ്ട, നമ്മുടെ എച്ചം പറഞ്ഞിട്ട് നമുക്ക് അവിടെ വരെ പോകുന്നതിന് ഒരു വണ്ടി നമുക്കൊന്ന് കുഞ്ഞുങ്ങളെ നടത്തിയേക്കൊന്ന് പോവാം, അവരൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് നടന്നപ്പോൾ സ്കൂളിൽ നിന്ന് ഇവിടെ വരെയാണ് വന്നത്. പണ്ട് ഞാൻ എൻ്റെ തലമുറയിൽപ്പെട്ടവർ അതിന് മുന്നേ ഉള്ളവരൊക്കെ ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് സ്കൂളുകളിലും ട്യൂഷൻ സെൻ്ററുകളിലും വീടുകളിലും ഒക്കെ എത്തിയിരുന്നത്. ഞങ്ങൾ ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും അതിൻ്റെ ഭാഗവാക്കാണ്. എന്നാൽ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് നേരെ കാലെടുത്ത് വണ്ടിയിൽ വയ്ക്കുന്നു, സ്കൂളിൽ വന്നിറങ്ങുന്നു, അവിടെ നിന്ന് വണ്ടി കയറുന്നു, വീട്ടിൽ ചെല്ലുന്നു, ആരും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ദൂരം വന്നപ്പോഴത്തേക്ക് എന്താണ്, ടീച്ചറെ കാല് തളർന്നിട്ട് വയ്യ, ഇരുന്നോളാൻ വയ്യ, ഞങ്ങളെ ഇപ്പോൾ എത്തുമോ, ചാത്തന് വരെ നടന്നല്ലോ, ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം വരത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ വിഷമതകളും പിന്നെ വേവലാതികളും കേട്ടുകൊണ്ടാണ് ഇവിടെ വരെ വരേണ്ടി വന്നത്. എനിക്ക് തന്നെ അങ്ങ് വിഷമമായിരുന്നു. ഞാൻ ഈശ്വര കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കുകയും ചെയ്തു. എന്തെങ്കിലും കാലുവേദന എടുക്കുന്നവർ, ക്ഷീണിക്കുന്നവർ, തളരുന്നവർ, തൊപ്പിയെടുത്തെറിയുന്നവർ, ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കളെ, ഈ തലമുറ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, ഇപ്പോൾ ഈ ട്രസ്റ്റ് ചെയർമാനൊക്കെ കാണിക്കുന്ന പോലുള്ള അല്ലെങ്കിൽ ചെയ്യുന്നത് പോലുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നാളെ ഏറ്റെടുത്ത് ചെയ്യേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇതിനൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ല നിങ്ങൾ രാവിലെ വെയിൽ കൊള്ളിച്ച് നടത്തിക്കൊണ്ടു ഇവിടെ ഇരുത്തി വെള്ളവും കുടിച്ച് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടി അതൊക്കെ കഴിച്ച് പോകാനാണോ നമ്മളീ വന്നത്? അല്ല. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു തിരിച്ചറിവാണ്. അപ്പോൾ ഇദ്ദേഹം സാറ് ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്ന സാറ് വളരെ ദൂരം സഞ്ചരിച്ച് കൃത്യം 9:45 ഇവിടെ എത്തി. എന്തിനു വേണ്ടിയാ? ഞാൻ ഈ പറഞ്ഞതുപോലെ വരുന്ന തലമുറയ്ക്ക് എന്തെങ്കിലും നൽകാൻ സാറിന് കഴിയണം. അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനം, അതിൻ്റെ ഒരു ഉറച്ച തീരുമാനവുമായാണ് സാറ് വന്നത്. ഇവിടെ കേൾക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാകേണ്ടതാണ്. ഓരോ വ്യക്തിയും പറയുന്ന കാര്യങ്ങൾ അതെന്ത് തന്നെ ആയാലും അത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ നല്ല ആഴത്തിൽ തറഞ്ഞിരിക്കണം. മനസ്സിലായോ? അല്ല നമ്മൾ കുറച്ച് ഡാൻസ് കളിച്ച് പാട്ട് പാടി എന്തെങ്കിലും കഴിച്ച് കുടിച്ച് ബസ്സിൽ കയറി പോകുന്നതിലല്ല കാര്യം. മനസ്സിലായോ? നമ്മൾ എന്താണ് അവിടെ കേൾക്കുന്നത്, എന്താണ് അവിടെ കാണുന്നത്, നമുക്ക് എന്താണ് മനസ്സിലായത്, നമ്മളതിൽ നിന്ന് എന്ത് ഉൾക്കൊണ്ടു, ഇതിലാണ് കാര്യം. ഓക്കെ, എല്ലാവരും തയ്യാറാണല്ലോ അതിന്? അപ്പോൾ ഞാൻ എൻ്റെ സമയം ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ഇതിനുവേണ്ടി സൗകര്യം ചെയ്തു തന്ന ഈ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിലെ എല്ലാവരോടും അത് നമ്മളുടെ JRC കൗൺസിലറുടെ നിലയിലുള്ള നന്ദിയും നമ്മുടെ സ്കൂളിൻ്റെ കടപ്പാടും ഒക്കെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഡോക്ടർ രാജേഷ് മഹേശ്വർ മുഖ്യ അതിഥിയായി, PTA പ്രസിഡന്റ് ദീപ രാമചന്ദ്രൻ, PTA വൈസ് പ്രസിഡന്റ് രാജേഷ്, അധ്യാപകൻ മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഇപ്പം ഈ വൈകിയ വേളയിൽ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. നമ്മൾ സ്നേഹം പങ്കിടാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരിവിടെ ഉണ്ട്, ഇത്രയും അച്ഛനമ്മമാരുണ്ട്. അവരോടൊപ്പം സ്നേഹം പങ്കിട്ട് നമുക്ക് തിരിച്ചു പോകണം. അതിന് ഇത് ഒരു നല്ലൊരു ദിവസമാകട്ടെ എന്ന് നിങ്ങളോട് ആശംസിക്കുന്നു. വയോജന കേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ അച്ഛനമ്മമാരോടൊപ്പം സമയം ചെലവിടാനും നല്ലൊരു ക്ലാസ് കേൾക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് റൂവൽ സിംഗ് അണ്ണം പറഞ്ഞു നമ്മുടെ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ്, അതോടൊപ്പം നമ്മുടെ പുൽവാമ ഡേയും കൂടെയാണ് ഇന്ന്. അതാരും പറഞ്ഞില്ല, ഇന്ന് നമ്മുടെ ബ്ലാക്ക് ഡേയും കൂടെയാണ്. ഞാനൊരു പട്ടാളക്കാരനായതുകൊണ്ടാണ് അത് പറയുന്നത്. അപ്പോൾ അതും കൂടെ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ അതും വേണം. നമ്മളൊരു JRC ക്യാമ്പാണ്, അപ്പം പുൽവാമ ഡേയും കൂടെ ആണെന്ന് അത് എല്ലാവരും മനസ്സിൽ ഓർമ്മ വേണം. അപ്പോൾ നമ്മുടെ നാടിന് അന്ന് ഒരു ബ്ലാക്ക് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഫെബ്രുവരി 14 പുൽവാമ അറ്റാക്ക് ഉണ്ടായത്. അത് നമുക്ക് 40ഓളം ജവാന്മാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതും നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ JRC ക്യാമ്പ് നല്ലൊരു അടിച്ചുപൊളിച്ച് ക്യാമ്പായി മാറ്റുക. എല്ലാവർക്കും ആശംസകൾ. ഇവിടെ കുറേ കാര്യങ്ങൾ പലരായി പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ചാരിറ്റിയുടെ പേരിൽ നടക്കുന്ന ചില തട്ടിപ്പുകളെക്കുറിച്ച് വരെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. നല്ലതിനെയും ചള്ളിനെയും തിരിച്ചറിഞ്ഞ് വേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്യുക. ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, എന്നാലും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അദ്ദേഹം നമ്മുടെ സ്കൂള് ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു. അതുപോലെ അദ്ദേഹം വർഷങ്ങളായി, അത് കൃത്യമായി എനിക്ക് ഓർമ്മയില്ല, ഈ 9 വർഷത്തിന് മുന്നേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് മുഴുവൻ കുട്ടികൾക്കും എത്ര ട്രോഫി ആയാലും എത്ര രൂപയായാലും
ഈ ട്രസ്റ്റ് സമുദ്രതീരം നടത്തിക്കൊണ്ട് പോകുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും ഞാൻ വിളിക്കുമ്പോൾ 100% മനസ്സോടെ അതിന് സമ്മതിക്കുകയും കഴിഞ്ഞ തവണ കുറച്ച് തുക കുറച്ച് ഞാൻ വിചാരിച്ച് ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി കുറഞ്ഞ വിലയ്ക്കുള്ള ട്രോഫികളും എണ്ണമൊക്കെ പരമാവധി ഞങ്ങൾ കുറച്ച് ഒരു തുകയ്ക്കാണ് എടുത്തത്. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു, സാറേ എന്ത് ട്രോഫിയൊന്നും കാര്യമായിട്ട് വാങ്ങിച്ചില്ലേ? ഞാൻ ചോദിച്ചു അതെന്തൊരു, അത് അവിടെ വളരെ കുറച്ച് പൈസ ആയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര വിശാല മനസ്കനായ ഒരു അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം നമ്മുടെ സ്കൂളിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഈ വർഷവും ഞാൻ ഇനിയിപ്പോൾ വിളിക്കാനിരിക്കുക, ഇതിപ്പം പബ്ലിക്കായിട്ട് ഇപ്പോൾ അങ്ങ് ചോദിക്കുന്നതേ ഉള്ളൂ. ഈ വർഷവും നമുക്ക് വേണ്ട ട്രോഫിയെല്ലാം അദ്ദേഹം തരും, തീർച്ചയായിട്ടും തരും. അപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ പല കാര്യങ്ങളും അല്ലാതെയും നമ്മൾ എപ്പോഴും ബന്ധപ്പെടുകയും നമ്മുടെ സ്കൂളിൻ്റെ നിർമ്മാണത്തിലായാലും എല്ലാ കാര്യത്തിലായാലും സഹകരിക്കുന്ന വ്യക്തിയാണ്. അധ്യാപകരായ ബീന, അനൂപ, ചിക്കു, പ്രജിത, ശ്രീലത, സ്റ്റാഫ്, ദീപ്തി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അധ്യാപകരും വിദ്യാർത്ഥികളും സമുദ്രയിലെ അച്ഛനമ്മമാർക്കായി ഒരു നേരത്തെ ഭക്ഷണം സ്പോൺസർ ചെയ്യുകയും അതിനായുള്ള തുക സമുദ്രതീരം ചെയർമാൻ റുവൽ സിംഗ് എമ്മിന് കൈമാറുകയും ചെയ്തു. അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സമാഹരിച്ച പുതുവസ്ത്രങ്ങൾ അച്ഛനമ്മമാർക്ക് കൈമാറി. സ്കൂളിൽ വെച്ച് നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡോക്ടർ രാജേഷ് മഹേശ്വർ ഓർമ്മയുടെ രസതന്ത്രം ക്ലാസ് കുട്ടികൾക്കായി നടത്തി. സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ഇപ്പോൾ ലോകം എല്ലാം അറിയുന്ന ഒരു പേരാണ്. അതിൻ്റെ കാരണഭൂതനായിട്ടുള്ള വ്യക്തി നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട റുവൽ സിംഗ് അവർകളാണ്. മാത്രമല്ല പ്രിയപ്പെട്ട അച്ഛനും അമ്മയും സഹോദരിമാരും സഹോദരന്മാരും എല്ലാം ഒരു കൂരയ്ക്കും കീഴിൽ അധിവസിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് നമ്മളെ കല്ലുവാതുക്കൽ സമുദ്രതീരം എന്ന് പറയുന്നത്. നേരത്തെ ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ അവധിക്കാല ക്യാമ്പിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് എപ്പോഴും സംസാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും, പുതിയ ബിൽഡിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പറയും. അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നതിലുപരി കല്ലുവാതുക്കൽ UP സ്കൂളിലെ അല്ലേ JRC ജൂനിയർ റെഡ് ക്രോസിലെ ടീം അംഗങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ, അതുപോലെ അധ്യാപകർ, അവിടുത്തെ PTA പ്രസിഡൻ്റായിട്ടുള്ള ദീപ രാമചന്ദ്രൻ അവർകൾ, അതുപോലെ JRCയുടെ കോർഡിനേറ്ററായിട്ടുള്ള ദീപ ടീച്ചർ, മനോജ് സാറ്, അതുപോലെ PTA വൈസ് പ്രസിഡൻ്റായിട്ടുള്ള രാജേഷ് സാറ്, അതുപോലെ അനൂപ ടീച്ചർ, ചിക്കു ടീച്ചർ, ബീന ടീച്ചർ, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും, ബാക്കി കുറേ ആൾക്കാരുണ്ട്, എല്ലാ അധ്യാപകരെയും PTA അംഗങ്ങളെയും അധ്യാപകരെയും എല്ലാവരെയും അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് എൻ്റെ പേര് ഞാനൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ രാജേഷ് മഹേശ്വർ എന്നാണ്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് ഇവിടെ തന്നെയാണ്, ചാത്തന്നൂർ തിരുമുക്കിലായിരുന്നു. 33 വർഷം ഏകദേശം ലയൺ ഷെയർ സിംഹഭാഗവും ഞാൻ താമസിച്ചിരുന്നത് തിരുമുക്കിൽ തന്നെയാണ്. ഇപ്പോൾ താമസിക്കുന്നത് കൊല്ലം മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. മങ്ങാട് അറിയുമോ? അതിലൂടെ സ്ഥലങ്ങളും കാണണം കേട്ടോ. എല്ലാ സ്ഥലം കല്ലുവാതുക്കൽ മാത്രമല്ല, പാരിപ്പള്ളി മാത്രമല്ല, ചാത്തന്നൂർ മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളും കാണണം, അറിവ് സമ്പാദിക്കണം. മങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അവിടെ മങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുമുണ്ട്, LP സ്കൂളുമുണ്ട്. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. മങ്ങാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡൻ്റാണ്. എൻ്റെ വൈഫ് അവിടെ SMC ചെയർപേഴ്സണുമാണ്, അഡ്വക്കേറ്റാണ് വൈഫ്. 2 മക്കൾ, 2 ആൺമക്കൾ അവിടെ പഠിക്കും. ഒരാൾ 9ലും ഒരാൾ 6ലും. ഇനി അടുത്ത അധ്യയന വർഷത്തിൽ എങ്ങനെ ആവും? 10ലും 7ലും ആവും. അടുത്ത അധ്യയന വർഷം വന്നു കഴിഞ്ഞു, പരീക്ഷ വന്നില്ലേ, ഒരു വർഷം പെട്ടെന്ന് പോയി. 9 മാസമേ നമ്മൾ പഠിച്ചോളൂ. അതുകൊണ്ട് അടുത്ത പരീക്ഷണമായില്ലേ, പരീക്ഷയ്ക്കുള്ള പരീക്ഷണമായില്ലേ. അപ്പോൾ അതും ഇപ്പോൾ ഉടനെ വരും. അടുത്ത അധ്യയന വർഷത്തിലോട്ട് നമ്മൾ കടക്കുന്നു. 26-27 എന്ന് പറയുന്ന അധ്യയന വർഷത്തിൽ നമ്മൾ കടക്കും. അപ്പോഴും ഞാൻ പറഞ്ഞു വന്നത് മങ്ങാട് ആണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഞാൻ ഒരു സൈക്കോളജിസ്റ്റാണ്. കൗൺസിലിംഗ് ഒക്കെ ഉണ്ട്, അത് വീട്ടിൽ തന്നെയാണ് കൗൺസിലിംഗ്. ഞാൻ ഓർമ്മശക്തിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമാണ് അറ്റൻഡ് ചെയ്യുന്നത്. കൂടുതലും കുട്ടികളുടെ ഓർമ്മശക്തി എങ്ങനെ നിലനിർത്താം,
പരീക്ഷയ്ക്ക് വേണ്ടതും അതല്ലേ? പരീക്ഷയ്ക്ക് മാത്രമാണോ? എല്ലായിടത്തും ഏത് പരിപാടിക്കും ഓർമ്മ അത്യാവശ്യമാണ് അല്ലേ? ആണോ? അപ്പം ഓർമ്മയില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും അല്ലേ ഓർമ്മകൾ ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഓർമ്മിച്ചു കൊണ്ടേയിരിക്കണം. പരീക്ഷയ്ക്ക് മാത്രമല്ല, പരീക്ഷ കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മശക്തി ഉള്ളവരായിട്ട് മാറണം. അതുകൊണ്ട് എന്ത് വേണം? നമുക്ക് കുറേ കാര്യങ്ങൾ നല്ലതുപോലെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുമോ? ബാക്കിൽ വേറെ ഒരു ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ടാവരുത്. എല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. ഓക്കെ? ഞാൻ പറഞ്ഞു കൗൺസിലിംഗ് ഉണ്ട്, വീട്ടിൽ തന്നെയാണ് കൗൺസിലിംഗ്. നിങ്ങൾ ടാഗ് കണ്ടു കാണും. വേൾഡ് റെക്കോർഡ് വിന്നറാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? എന്താണ് വേൾഡ് റെക്കോർഡ് കിട്ടാൻ കാര്യം? ചോദിക്കേ, പറഞ്ഞ് ചോദിപ്പിക്കുക. നിങ്ങൾ അറിഞ്ഞ് ചോദിക്കണ്ടേ? വേൾഡ് റെക്കോർഡ് കിട്ടാൻ എന്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചു, അച്ചീവ്മെൻ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ട്? 193 + 2, 195 രാജ്യം. അതായത് 193 രാജ്യങ്ങളും അത്രയും രാജ്യങ്ങളെ നിരീക്ഷിക്കാൻ 2 രാജ്യങ്ങൾ ഒബ്സർവേഴ്സാണ്, വത്തിക്കാനും പലസ്തീനും. നിങ്ങൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി കാണുന്നവരാണോ? അപ്പം ഞങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ ഫാമിലി ഗസ്റ്റായിട്ട് അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞു. എപ്പിസോഡ് നമ്പർ 370 370 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചിരി ബമ്പർ ചിരിയിൽ നിങ്ങൾക്ക് എന്നെ കാണാം. ഞങ്ങളെ കുടുംബത്തെ കാണാം. ഞങ്ങൾ 2 ആൺമക്കളും വൈഫും എല്ലാവരും കൂടി ഇരിക്കുന്ന ഫാമിലി ഗസ്റ്റായിട്ട് പങ്കെടുത്തു. അതിനുശേഷം അമൃത ടിവിയുടെ കോമഡി മാസ്റ്ററിനകത്ത് ഒരു പെർഫോമൻസ് ചെയ്തു. അത് ഏകദേശം 20 ലക്ഷത്തോളം ആൾക്കാർ കണ്ടു കഴിഞ്ഞു. ടീച്ചറത് ഞാനിങ്ങനെ പറയുന്നുള്ളൂ. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 9 മക്കളായിരുന്നു. പക്ഷേ ഒരു കാരണവുമില്ലാതെ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതാണ് ആ നാടക ഡയലോഗ്. ഡ്രാമ രീതിയിൽ അവതരിപ്പിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 9 മക്കളായിരുന്നു. പക്ഷേ ഒരു കാരണവുമില്ലാതെ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇനി അതൊന്ന് ഡ്രാമാറ്റിക്കായിട്ട് ചെയ്യണമെങ്കിൽ, എന്ത് തെറ്റാണമ്മേ ഞാൻ ചെയ്തത്? മറ്റു മക്കൾ ഉറങ്ങുന്ന സമയത്ത് എന്തെല്ലാം വെച്ചെന്നെ ഊട്ടുമായിരുന്നു അമ്മ. അമ്മേ അമ്മേ, എന്ത് തെറ്റാണമ്മേ ഞാൻ ചെയ്തത്? മറ്റു മക്കൾ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് മധുര മിഠായി, നാരങ്ങ മിഠായി, മറ്റ് കപ്പലണ്ടി മിഠായി, മറ്റുള്ള ബിരിയാണികളെല്ലാം എനിക്ക് ഒളിച്ചു വെച്ച് തരുമായിരുന്നില്ലേ അമ്മേ? ചിക്കു അമ്മേ, അമ്മേ. ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായില്ല? വെരി ഗുഡ്, വെരി ഗുഡ്. സോളാർ സിസ്റ്റം വരുമോനെ? ആർക്കെങ്കിലും ഒരാൾക്ക് കത്തിയെങ്കിൽ കേശവ് എത്രാം ക്ലാസ്സിലാ? 6 കേശവ് എങ്ങനെ പെട്ടെന്നത് ബ്രെയിനിലോട്ട് എങ്ങനെ കൊണ്ടുവന്നു? അത് 9 ഒരാളെ പുറത്താക്കിയെന്ന് പറഞ്ഞപ്പോ അങ്ങനെ മനസ്സിലായി. നേരത്തെ നവഗ്രഹങ്ങളായിരുന്നു, ഇപ്പോൾ അഷ്ടഗ്രഹങ്ങളാണ്. 8 ഗ്രഹങ്ങളേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ ഏറ്റവും ബെറ്റർ, പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഉത്തമ സഹായി എന്നുള്ളതാണ്. 9 പേരെ വിളിക്കുക. ഒരു ടീച്ചറാണ് സോളാർ സിസ്റ്റം. ആ സോളാർ സിസ്റ്റത്തിൻ്റെ ഗ്രഹങ്ങളാണ്, പ്ലാനറ്റ്സ് ആണ്. ആണ്ടേ, മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. പ്ലൂട്ടോ താ നിൽക്കുന്നത് അവസാനം. പ്ലൂട്ടോ ഏത് വർഷമായിരുന്നു പ്ലൂട്ടോയെ തരം താഴ്ത്തിയത്? 2006 ഓഗസ്റ്റ് 24 വെറും കുള്ളൻ ഗ്രഹമെന്ന രീതിയിൽ പ്ലൂട്ടോയെ തരം താഴ്ത്തി ഗ്രഹപദവിയിൽ നിന്നും തരം താഴ്ത്തി കളഞ്ഞ വർഷവും മാസവും തീയതിയും പഠിച്ചു വെക്കണം. 2006 ഓഗസ്റ്റ് 24. എന്താണ്? കേശവ് അല്ലേ?
കേശവ് അവിടെ പോയി നിൽക്കൂ, പ്ലൂട്ടോ അവിടെ പോയി നിൽക്കൂ. നോക്കി എന്ത് രസകരമായിട്ട് മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ അല്ലേ. മെർക്കുറി മലയാളത്തിൽ പറഞ്ഞാൽ ബുധൻ, വീനസ് ശുക്രൻ, എർത്ത് ഭൂമി, മാർസ് ചൊവ്വ, ജൂപ്പിറ്റർ വ്യാഴം, സാറ്റേൺ ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. എന്ത് രസകരമായിട്ട് നമുക്ക് പഠിക്കാം അല്ലേ. എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ 9 മക്കളായിരുന്നു. പക്ഷേ ഒരു കാരണവുമില്ലാതെ എൻ്റെ അമ്മ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി അല്ലേ. എന്ത് തെറ്റാണമ്മേ, എന്ത് തെറ്റാണമ്മേ ഞാൻ ചെയ്തത് അല്ലേ. കേട്ടില്ല? ഇതിൻ്റെ ഇതാണോ? അത് നമ്മൾ CBSEയിൽ ഇതിൻ്റെ ഒരു മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി എത്രയോ ആൾക്കാർ പഴകിയ ഒരു ഓൾഡ് ഈസ് ഗോൾഡ് ടിപ്സ് ഉണ്ട്, വിബ്ജിയോർ. അത് നിങ്ങൾക്കറിയാമല്ലോ. എത്രയോ തലമുറകൾ പഠിച്ച് പഴകിയ ടിപ്സാണ് വിബ്ജിയോർ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അതേ കണക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഈ ടിപ്സ്, അതായത് ഈ ഗ്രഹത്തിൻ്റെ ഈ പ്ലാനറ്റ്സിൻ്റെ ടിപ്സ് CBSEയുടെ 7ാം ക്ലാസ്സിൻ്റെ സിലബസ് സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റിനകത്ത് കൊള്ളിച്ചു. മൈ വെരി എഫിഷ്യൻറ്റ് മദർ ജസ്റ്റ് ഷോവിഡ് അസ് നയൻ. മൈ വെരി എഫിഷ്യൻറ്റ് മദർ ജസ്റ്റ് ഷോവിഡ് അസ് നയൻ. മനസ്സിലായോ? മൈ, എം ഫോർ മെർക്കുറി, വെരി വീനസ്, എഫിഷ്യൻറ്റ് എർത്ത്, മദർ മാർസ്, ജസ്റ്റ് ജൂപ്പിറ്റർ, ഷോവിഡ് സാറ്റേൺ, അസ് യുറാനസ്, നയൻ നെപ്റ്റ്യൂൺ. മനസ്സിലായില്ലേ? അന്ന് അത് എല്ലാവരും പഠിച്ചു. പക്ഷേ ഇതാണ് ഏറ്റവും പരമമായ, എന്താണ്, വളരെ ഈസി ആയിട്ട് പഠിക്കാൻ. പ്ലൂട്ടോയെ തരം താഴ്ത്തിയ വർഷം, മാസം, തീയതി പഠിച്ചു വെക്കണം. 2006 ഓഗസ്റ്റ് 24. അത് പല മത്സര പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട്, പഠിച്ചു വെക്കണം. എത്ര സ്റ്റേറ്റാ? 50 സ്റ്റേറ്റ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? USA ഫ്ലാഗ് നോക്കിയിട്ടുണ്ടോ? USA ഫ്ലാഗിൽ എത്ര സ്റ്റാർ ഉണ്ട്? 50 സ്റ്റാർ. USA ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അലാസ്കയും ഏറ്റവും ചെറിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റോഡ് ഐലൻഡുമാണ്. നിങ്ങൾ ഏറ്റവും നല്ലതാണ് സഫാരി കാണുന്നത്. ഒരുപാട് അറിവ് നിങ്ങൾക്ക് നേടാൻ കഴിയും. അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ സഫാരി എന്ന് പറയുന്നത്. നോക്കിയേ, USA പഠിച്ചു വെക്കുക. അതിൻ്റെ തലസ്ഥാനം, USA തലസ്ഥാനം വാഷിങ്ടൺ DC. DC മീൻസ് ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ എന്നാണ്. അവിടുത്തെ കറൻസി US ഡോളർ. തായ്ലൻഡിൽ ഫുക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഫുക്കറ്റ്, തായ്ലൻഡ് ഫുക്കറ്റ്. ആ ഫുക്കറ്റിൽ നിങ്ങൾ അത് പോകുന്നെങ്കിൽ തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങൾ, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ പോകുന്നെങ്കിൽ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. എത്ര എമിറേറ്റ്സ് ആണ്? 7 എമിറേറ്റ്സ് ചേരുന്നതാണ് UAE. അതിൻ്റെ തലസ്ഥാനമായ അബുദാബി, ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഉമൽ ഖൈവാൻ, ഫുജേറ, അജ്മാൻ. ഇത്രയും എമിറേറ്റ്സുകൾ ചേരുന്നതാണ് എന്ത് പറയുന്നത്? UAE. UAEയുടെ ആദ്യത്തെ പേരെന്താണ്? ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്നായിരുന്നു. ട്രൂഷ്യൽ സ്റ്റേറ്റ്സ് 71 വരെ. 71ലാണ് ഇത് UAE ആയിട്ട് മാറുന്നത്. അവിടുത്തെ ഭരണാധികാരികൾ ദൈവമേ ദീർഘവീക്ഷണമുള്ളവരാണ്. നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ദുബായി പോയി കണ്ടാൽ വായും പൊളന്നിരിക്കാനേ ഒക്കത്തുള്ളൂ. അത്രയ്ക്കുണ്ട് അവിടുത്തെ കാഴ്ചകൾ. തുടർന്ന് വിദ്യാർത്ഥികൾ അച്ഛനമ്മമാരോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുകയും വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. हवा हो गई धूल के नीचे, धूल कोजदी आंगे पीछे, दाएं माएं आगे पीछे. Today I am going to recite a poem, Daffodils, by William Wordsworth. I wandered lonely as a cloud that floats on high over vales and hills, when all at once I saw a crowd, a host of golden daffodils, beside the lake, beneath the trees, fluttering and dancing on the breeze, continuous as the stars that shine and twinkle on the Milky Way. They stretch in never-ending line along the margin of the bay. 10,000 saw at the glance, tossing the herds in sprightly dance. For up when on my coach I lie, in vacant or in pensive mood, they flash upon that inward eye, which is the bliss of solitude. തമ്പുരാട്ടി കണ്ടാൽ ആരും കൈകൂപ്പും തമ്പുരാട്ടി, ഇല്ലത്തെ ദീപമായി വിഭൂതിയായി അഗതികൾ കണ്ണമ്പിലൊമ്പി നാട്ടിൽ അന്നപൂർണേശ്വരിയായി. രണ്ടാം നാളിൻ്റെ ജീവനമുട്ടവനെന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടു. എന്നോ ഞാൻ
എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു. മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു. രണ്ടാം നാളിൻ്റെ ജീവനമൊട്ടവനെന്തേ വന്നു കട്ടു. ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടു. വെള്ളത്താമര മലരുകൾ പോലെ വെണ്മ പരത്തുകയാണല്ലോ. നന്മയുണർത്തും നല്ല മനസ്സായൊരു പുതുതലമുറ വളരട്ടെ. പാടുന്നു സംഘശക്തി പാടുന്നു. അരുതരുത് മക്കളെ അരുതരുത്. ജീവിതമതൊന്നു മാത്രം ഓർമ്മ വേണം മക്കളെ. ലഹരി എന്നാൽ മരണമെന്ന് ഓർമ്മ വേണം മക്കളെ. അമ്മയെ മറന്നിടാതെ അച്ഛനെ മറന്നിടാതെ ജീവിതത്തെ ലഹരിയാക്കും ജീവിതമതായിടട്ടെ. ലഹരി എന്ന മാരണത്തെ തൊട്ടിടാത്ത ശീലമത് നല്ല പോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ചേർന്നിടാം. കൈകൾ കോർത്ത് നെഞ്ചു തൊട്ട് സത്യമത് ചൊല്ലിടാം. ഇല്ല ഇല്ല ഞങ്ങളില്ല ലഹരിയുടെ വഴികളിൽ.